അസ്സലാമു അലൈക്കും, നമസ്കാരം. ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യട്ടോ. എന്തൊക്കെയാണ് ചെങ്ങനെ സുഖമല്ല, റായത്തല്ലേ. കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒന്നാമത് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും കണ്ടിന്യൂ ചെയ്യാത്തത്. എന്തൊക്കെയാണ് വിശേഷം? റായത്തെല്ലാവർക്കും. ഇന്നിപ്പോൾ സൗദി അറേബ്യയിലെ വിഷയം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യൻ്റെ ഒരു പുതിയൊരു ഏരിയ, അതായത് നമ്മളെ ജിദ്ദയിൽ പുതിയൊരു ഏരിയ, അതായത് സൗദി അറേബ്യ എല്ലാവരും പറഞ്ഞ് പൊളിച്ചു പോയതുകൊണ്ട് എല്ലാം പോയി. അതൊക്കെ ശരിയാണ്, പൊളിച്ചു പോയതൊക്കെ പോയി. പഴയ ഏരിയ, അതായത് 10-25 കൊല്ലം 30-40 കൊല്ലം പാക്കുള്ള ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പഴയ ഏരിയ മൊത്തം തുടച്ച് നീക്കി വരും. ഇനിയൊരു പുതിയ ഏരിയ കണ്ടുള്ള മക്കളെ, അതായത് സൗദി അറേബ്യ ജിദ്ദയിൽ ഞാൻ നിൽക്കുന്ന ഏരിയന് തൊട്ടപ്പുറത്തൊരു ഭാഗമായിട്ടത് കാണുന്നത്. കുറഞ്ഞൊരു വീഡിയോ മാത്രമേ ഉള്ളൂ, പക്ഷേ ആ ഉള്ള വീഡിയോ കണ്ടു നിങ്ങൾ. അതായത് ഒരു 10,200 ബിൽഡിങ്ങുകൾ മൊത്തം ഉണ്ടാവും. അതായത് ഒരു ലൈനിലാണ്ട് 10,450, അതിൻ്റെ അപ്പുറത്ത് വേറെ ലൈനിൽ അതേമാതിരി 10,450, അങ്ങനെ വരുന്ന 1000 സംതിങ്ങിൻ്റെ മുകളിൽ മൊത്തത്തിൽ ബിൽഡിംഗ് ഉണ്ട്. പക്ഷെ നമ്മളെ മുമ്പിൽ കാണുന്നത് 10,450 ബിൽഡിങ്ങിന് മൊത്തം കാണിക്കണുള്ളൂ. പക്ഷേ അതിൽ നമ്മൾ പോകുന്ന കാഴ്ചകൾ, റോഡിൽ നിന്ന് സൈഡിലുള്ള കാഴ്ചകൾ ആ ബിൽഡിംഗ് കാണിച്ചാൽ കേട്ടോ. അഡിച്ചബിൾ സൈറ്റ് കേട്ടോ. അതെ, നമ്മൾ തൊട്ടടുത്ത് നമ്മളൊരു സുഹൃത്തിൻ്റെ വേറെ ഷോപ്പുണ്ട് ഇവിടെ. നമ്മളെ സുഹൃത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഷവർമൻ്റെ പിന്നെ വീഡിയോ നിങ്ങൾ കണ്ടില്ല, ഒരു പുതിയ ഓപ്പൺ ചെയ്തൊരു വീഡിയോ. ആ ഷോപ്പിൻ്റെ വേറെ ഷോപ്പ് അവിടെ 1-2 കൊല്ലം മുമ്പ് ഓപ്പണായ വേറെ ഷോപ്പുണ്ട് അവിടെ. അതൊക്കെ കണ്ടോളൂ നോക്കണം. അപ്പോൾ സൗദി അറേബ്യൻ്റെ വേറെ ലെവലായിട്ട് കണ്ടോളൂ. അപ്പോൾ സൗദി അറേബ്യൻ്റെ കഥ കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞ് സൗദി അറേബ്യ എടുത്ത് വെച്ചിരിക്കണേ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞവർക്കൊക്കെ ഒരു മറുപടിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടോളെ കിടുക്കാച്ച് വീഡിയോ ആദ്യമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ജിദ്ദയിൽ സനാബിൽ അൽജാബീദ് റോഡിലൂടെ വരികട്ടെ. അടിച്ചുപൊളി കാഴ്ചകളാണ് നിങ്ങൾ വലതുകളിൽ ഇനി കാണാൻ പോകുന്നത്. കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ്ങുകളുടെ ഒരു കൂട്ട ബിൽഡിംഗ് എന്ന് പറഞ്ഞ മാതിരിയുള്ള കണ്ടുപിടിക്കുന്നത്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ചെറിയൊരു 10-450 ബിൽഡിങ്ങുകളുണ്ട് മാഷാഅല്ലാഹ്. ഈ വലതു സൈഡിൽ കാണുന്നുണ്ടെങ്കിൽ ഇതിന് ഇടത് സൈഡിൽ നമ്മുടെ സുഹൃത്തിൻ്റെ ഷോപ്പുണ്ട് കേട്ടോ. ഇടത് സൈഡിൽ ഇതിന് ഈ വീഡിയോയിൽ കാണാൻ കഴിയില്ല. ഇതിന് ഓപ്പോസിറ്റ് മൊത്തപ്പെടുന്ന നിരന്തരമായ ബിൽഡിംഗ്, ചെറിയ 400 സംതിങ് ബിൽഡിങ്ങുകളുണ്ട്. ഇപ്പോൾ പുതിയൊരു ഏരിയ കേട്ടോ മാഷാഅല്ലാഹ്. പുതിയൊരു ഏരിയ ആണിത്, കണ്ടോളി. ഫുള്ള് ബിൽഡിംഗ്. ഇതിന് അപ്പുറത്ത് തന്നെ ഒരുപാട് ഉണ്ട്. ഇതേമാർക്ക് അപ്പുറത്ത് 3 ഘട്ടമായിട്ടാണ് ഇതേമാർക്ക് ബിൽഡിങ്ങാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ മാഷത് അടിച്ചോളൂ. അതായത് ജിദ്ദയിൽ അൽജാബീദ് ഏരിയ ആണത്, സനാബിൻ്റെ അടുത്ത്. ഈ റോഡ് നേരെ പോകുന്നത് ഇവിടെ ഒരു പാണ്ടുണ്ട്, പാണ്ടിനെ മുന്നിലേക്കാണ് പോകുന്നത്, പാണ്ട. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാക്കിയിട്ടുണ്ടാവും. സനാബിൽ ആ റോഡിൽ സനാബിലുള്ള പാണ്ടിനെ തൊട്ടടുത്തുള്ള റോഡിലേക്കാണ് ഈ റോഡ് എത്തിച്ചേരുന്നത്. ഇപ്പോൾ അവിടെ ഞാൻ അവിടെ പോരുമ്പോൾ നമ്മുടെ സനാബിൻ്റെ ഭാഗത്ത് വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് കത്തി. അപ്പോൾ അവിടെ എനിക്ക് വീട് അടിക്കാനൊന്നും പറ്റിയില്ല. ആ വീട് അടിക്കുന്ന ടൈമിൽ ആ ശരിയല്ലല്ലോ. അതിന് ഫയർഫോഴ്സൊക്കെ വന്ന് റോഡ് മൊത്തം ബ്ലോക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്ത് കൂടെ പോകുന്നത് കേട്ടോ. ഞാനിപ്പോൾ വരുന്നത് നമ്മുടെ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് അയ്യറാബിൽ പോയതായിരുന്നു. പക്ഷെ ആ റോഡ് മൊത്തം ബ്ലോക്കാണ്. 2 വണ്ടിയിൽ കൂട്ടിയിടിച്ചിട്ട് ഒരു വണ്ടി കത്തി. അതിനുള്ളിൽ ആളുണ്ടോയെന്ന് അറിയില്ല. ആണെന്ന് അടിക്കാൻ വയ്യ ആളെ കൊണ്ട്. അപ്പോൾ ഇതിന് ഫയർഫോഴ്സ് വന്ന്, പോലീസ്, മുറൂർ, അങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും വന്ന് റോഡ് മൊത്തം ബ്ലോക്ക് ആക്കിയാണ്. അപ്പോൾ റോഡ് അങ്ങോട്ട് അതിലൂടെ വാഹനങ്ങൾ കത്തി വിടുന്നു കേട്ടോ. ഈ ബിൽഡിംഗ് കണ്ടെങ്കിൽ ഇതിന് അപ്പുറത്ത് ഇതേമാതിരി 2, 3, 4 ഘട്ടമായിട്ട് ബിൽഡിങ്ങുകളാട്ടോ. നിങ്ങൾ വൺ സൈഡിൽ കണ്ടില്ല. അപ്പോൾ കഴിഞ്ഞ് ഏകദേശം ഇവിടെ കഴിഞ്ഞ് ഈ നേരെ നമ്മൾ മുട്ടണത് പിന്നെ ഞാൻ പറഞ്ഞില്ല പാണ്ടൻ്റെ അടുത്തേക്കാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മളെ നിൽക്കുന്ന ഇപ്പോഴത്തെ ഓൾറെഡി നിൽക്കുന്ന ഉള്ള ഒരു ഏരിയ കേട്ടോ. അതായത് ഇടത് സൈഡ് ഉണ്ടാവും, ആടിനെ എടുത്തിട്ടാണ് ഇടത് സൈഡിൽ കണ്ടിരിക്കുന്നത്. ലോറിയിൽ ആടുകളെ മൊത്തം ആടുകളാട്ടോ മാഷാഅല്ലാ. ആടുകൾ വന്ന് വിളിക്കുന്നുണ്ട് അവിടെ. കൂടുതലും സുഡാനികളാണ് അതിലുണ്ടാവും കേട്ടോ, സുഡാനികൾ. ആ നേരെ കാണുന്നതാണ് ഈ വലത് സൈഡിൽ കാണുന്നത്. നമ്മൾ നേരെ മുന്നേ വലത് സൈഡിൽ, അതായത് ഇടത് സൈഡിൽ കാണുന്നതാണ് പിന്നെ സനാബിലുള്ള പാണ്ട. കണ്ടുകൊടുത്താ ഈ ഇടത് സൈഡിൽ കേട്ടോ. നേരെ മുന്നിൽ കാണുന്ന മത്താജർ, പുതിയ ഓപ്പൺ ആക്കി ഇതിപ്പോൾ ഒരു 2-3 മാസം അതിനുള്ളതാണ്. കണ്ടില്ല നിങ്ങളെ മത്താജർ? ആ മഞ്ഞ റേറ്റിൽ നല്ല ഓഫറുള്ള ഷോപ്പാണ് കേട്ടോ. ഇതാണ് സനാബിൽ റോഡ് കേട്ടോ. ഇതാണ് സനാബിൽ റോഡ്. അപ്പോൾ നമ്മൾ കുറച്ചായി ഇപ്പോൾ വീഡിയോ കിട്ടിയിട്ടില്ല. വീഡിയോ കണ്ടന്റ് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് കേട്ടോ. ഇവിടുന്നാണ്ട് ക്ലിയർ കുറവിക്കാറാം. റോഡ് അപ്പുറത്തെ കാഴ്ച കാണിക്കാതെ സൂര്യൻ ഓപ്പോസിറ്റ് ഉദിക്കുന്നതുകൊണ്ട് കാണിക്കാൻ കേട്ടോ, ക്ലിയർ ഉണ്ടാവില്ല. നമ്മൾ പ്രേക്ഷകരെ ലേഖ അടുപ്പിക്കേണ്ട ചിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യണം. കാരണം വെച്ചാൽ ഏകദേശം നമ്മളെ ഭാഗത്ത് എത്താനായിട്ട് രാവിലത്തെ കാഴ്ചയായിട്ടത്തിന് 7 മണി ആയിട്ടുള്ളൂ. രാവിലത്തെ കാഴ്ചയിലാണ് നമ്മളെ റോഡുകളൊക്കെ കാലിയാണ്. ഇത് സനാബിലെ അൽജാബീദ് റോഡാണ്, മെയിൻ റോഡാണത്. ജിസാൻ റോഡ് വന്ന് വരുന്ന റോഡാണ്. ജിസാൻ റോഡ് വന്ന് നേരെ സനാബിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ രാവിലെ അൽജാബീദിന് വേറൊരു ഭാഗത്ത് പോയി. നമ്മൾ ഒരു മലമുകളിൽ കേട്ടോ.
അപ്പോൾ അതിൻ്റെ ഒരു വിഷയം കൂടി ഈ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഒരു അടിച്ചുപൊളി കാഴ്ചയാണ്, മലമുകളിൽ പള്ളികളും വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. ആ വീഡിയോ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തും, അതും കൂടെ കണ്ടു വയ്ക്കുക. അത് കണ്ടിട്ട് നിങ്ങൾ അൽജാവീദ് എന്താണ് എങ്ങനെയാണെന്നുള്ളത് അറിയിട്ടോ. അതെല്ലാം ആ ഭാഗത്ത് പോയവരൊക്കെ ഉണ്ടെന്ന് തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ മക്കളെ, വീഡിയോ ആദ്യമായിട്ട് കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മളെ കൂടെ കൂടിക്കൂടി ജിദ്ദേൻ്റെ സൗദി അറേബ്യയിൽ ജിദ്ദയിലും ജിദ്ദേൻ്റെ പരിസരത്തുള്ള ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളും നമ്മളെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ മലമുകളിൽ നിന്ന് കാണേണ്ട കാഴ്ചകൾ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു തരാം കേട്ടോ. ഒരു അടിച്ചുപൊളി വീട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് മലമുകളിൽ ഇങ്ങനെ വീടുകൾ ഇങ്ങനെ വെച്ച് കൊണ്ടുപോയി വെച്ചാൽ മാതിരി ഇങ്ങനെ കാഴ്ച കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു രസമായിട്ട് തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോയിൽ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഇതിന് കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ കൂടെ കൂടിക്കോളി. അപ്പോൾ ചെങ്കടത്ത് കണ്ട് ഞാനിപ്പോൾ ഇപ്പുറത്തൊരു മലൻ്റെ മുകളിലോട്ടോ. നിങ്ങളിങ്ങനെ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത് ഡയറക്റ്റ് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു വൈബാട്ടോ. അതെ, ഞാനിപ്പുറത്തൊരു വലിയൊരു കുന്നത്ത് ഞാൻ നിൽക്കണം കേട്ടോ. നമ്മൾ നേരെ റോഡിൽ കണ്ടെങ്കിൽ വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ റോഡ് നേരെ പോകണം. നമ്മളിവിടെ മലയുടെ മുകളിലേക്ക് വന്നതാണ്, സാധനം കൊണ്ട് വന്നതാണ്. സാധനം കൊടുത്ത് തിരിച്ച് പോകുമ്പോൾ കണ്ടൊരു വീഡിയോ പ്രേക്ഷകരെ കാണിക്കേണ്ടത് കേട്ടോ. പക്ഷേ ഞാൻ നിൽക്കുന്ന ഒരു നല്ലൊരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതായത് നിങ്ങൾ റോഡിൽ നിങ്ങളെ വീഡിയോയിലും തന്നെ എത്രത്തോളം നിങ്ങൾക്ക് അത്ര ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. നേരെ മുന്നിൽ നേരെ ഒരു പള്ളി കാണുന്നുണ്ട്, പിന്നെ അപ്പുറത്ത് ആ മലൻ്റെ മുകളിൽ വീട് കാണുന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിഞ്ഞു കേട്ടോ. ഞാൻ ഈ സൂം ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. നല്ലൊരു കാഴ്ച ഇവിടെ നിന്ന് ഇങ്ങനെ കാണും കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്താ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. എനിക്ക് നല്ലൊരു അടിച്ചുപൊളി വൈബായിരിക്കും തോന്നിയത്. ഇവിടെ ഒരേ ഇസ്തിറ എന്ന് പറയുമ്പോൾ ഇസ്തിറായിക്ക് വന്നതാണ്. അതായത് കൈമാന്നൊക്കെ പറയും. അതായത് ഇവർ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കാണ്ട് പിന്നെ ഒരു വാറ സ്ഥലത്ത് വയ്ക്കാണ്ട് നമ്മൾ ടെൻ്റ് അടിച്ച് നിൽക്കില്ല. അത് നമ്മൾക്ക് കൈമേക്ക് വന്നിട്ട് നമ്മളിങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങനെ ഇറങ്ങിപ്പോകണം. നമ്മൾ കണ്ണുകൾ എങ്ങനെ കാണിച്ചപ്പോൾ നേരെ അവിടെ ഒരു പള്ളി കാണുന്നുണ്ട്, വീഡിയോയിൽ കാണുന്നുണ്ടാവും വിചാരിക്കുന്നത്. അവിടെ ഒരു വാഹനം കയറി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങിപ്പോകട്ടെ. അപ്പോൾ നിങ്ങളോട് ഈ വണ്ടിയിട്ട് പോകുമ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. നേരെ മുന്നിൽ പള്ളി, നേരെ അപ്പോൾ ആ പള്ളീൻ്റെ അപ്പുറത്താണ് മലമുകളിലൊരു വീട് കണ്ടെങ്കിൽ ഒരു വീടൊന്നല്ല, ഒരുപാടുണ്ട്. ഞാൻ ഒരു വീടെന്ന് പറഞ്ഞെന്ന് മാത്രം ഒരുപാടുണ്ട് അപ്പുറത്തൊക്കെ. അപ്പോൾ വീഡിയോ എങ്ങനെയൊക്കെ കേട്ടോ. നല്ലൊരു കാഴ്ച നമ്മുടെ സൗദി അറേബ്യയിൽ ജിദ്ദയിൽ സനാബിലിൻ്റെ അപ്പുറത്ത് അൽജാവീദിൽ നിന്നൊരു കാഴ്ച ഞങ്ങളെ കണ്ടു കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നു പിന്നെ പറയട്ടോ. അതാണ് വീട്, ഇതുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വീട് കണ്ടെങ്കിൽ അതൊക്കെ മലയാണ്. മലൻ്റെ സൈഡിൽ വീട് ഉണ്ടാക്കിയത് കേട്ടോ. എന്നെ അവിടുന്ന് അപ്പുറത്ത് നോക്കുമ്പോഴൊക്കെ അതേപോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.